ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന വളരെ മോശമായ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കറിയാം ഇന്നലെ ആരോഗ്യപരമായിട്ട് കിടക്കാവുന്ന ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തത്. എന്നാൽ ചില ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ചെറിയ തലകറക്കം കാര്യങ്ങളൊക്കെ വന്ന രണ്ട് മത്സരാർത്ഥികളുണ്ടായിരുന്നു ഈ ടാസ്കിനിടെ. അതൊന്ന് അനീഷും ഒന്ന് രേണു സുധിയാണ്. ഇതിൽ രേണു സുധിയെക്കുറിച്ച് ആര്യൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് പറയുന്നത് ജിഷിൻ്റെ അടുത്താണ്. അപ്പുറത്ത് അപ്പാനി ഉണ്ടായിരുന്നു. ജിഷിൻ്റെ അടുത്ത് ആര്യൻ വളരെ തമാശ രൂപേണ പറയുകയാണ്. ആര്യൻ സ്വതവേ മറ്റുള്ളവരുടെ ഫീലിങ്സിൽ തമാശ കണ്ടെത്തി അതിനെ വളരെ മോശമായിട്ട് അവരെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ആര്യൻ. അത് ലാലേട്ടൻ വരെ ചോദിച്ച കാര്യമാണ്. എന്നിട്ട് പോലും ആ ലാലേട്ടൻ്റെ ചോദ്യത്തെ വരെ തമാശയാക്കി കണ്ട ആര്യൻ്റെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. ആര്യൻ പറഞ്ഞത് രേണു സുധി ഒന്ന് തൊട്ടാൽ നേരെ രേണു സുധി സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്ന ജിഷിൻ അവിടുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ജിഷിൻ്റെ അടുത്താണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജിഷിൻ്റെ കൂടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് സുധിച്ചേട്ടൻ. രേണു സുധിയെ ജിഷിന് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സുധിച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഈ ആര്യൻ പറയുമ്പോൾ, ആര്യൻ അത്ര അറിയണ്ടായില്ല, ആര്യൻ പറയുമ്പോൾ അല്ലെങ്കിൽ ആര്യൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ജിഷിൻ അവിടെ തടയേണ്ടതായിരുന്നു. ജിഷിൻ അവിടെ പറയേണ്ടായിരുന്നു, സുധിയെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ആളാണ്, ഞങ്ങളെ വിട്ടുപോയ ആളാണ്, അപ്പോൾ സുധിച്ചേട്ടൻ്റെ കാര്യങ്ങൾ ഇതിലേക്ക് പറയേണ്ടെന്ന് ജിഷിൻ അവിടെ പറയും എന്ന് ഞാൻ വിചാരിച്ചു. ജിഷിൻ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ജിഷിൻ്റെ കൂടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള ആളാണ് സുധിച്ചേട്ടൻ. അപ്പോൾ രേണു സുധിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പരിഹാസ രൂപേണ പറയുമ്പോൾ ജിഷിൻ അവിടെ ഒന്ന് ആര്യനെ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ജിഷിൻ്റെ ഒരു ഇമേജ് കൂടിയാണ്. ജിഷിൻ അവിടെ ആര്യനൊപ്പം പൊട്ടിച്ചിരിക്കുന്ന ജിഷിനെ കാണുമ്പോൾ വളരെ മോശമായിട്ട് തോന്നി. പക്ഷേ ഇത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നത് അക്ബറാണ്. അക്ബർ അത് കൃത്യമായിട്ട് ആര്യൻ്റെ അടുത്ത് ചോദ്യം ചെയ്യും. ആര്യന് പിന്നീട് അതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും ആര്യൻ പിന്നെ രേണു സുധിയുടെ അടുത്ത് പോയിട്ട് സോറി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇന്നലെ ജിഷിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ വളരെ മോശമായിട്ട് തോന്നി. അവിടെ ആര്യനെ ജിഷിൻ സ്റ്റോപ്പ് ചെയ്യും എന്ന് വിചാരിച്ചു. എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.